രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ വീട്ടിൽ പോയി കണ്ടെന്ന് സ്ഥിരീകരിച്ച പാലക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് ഓഫീസിലേക്ക് ആ ഒരു മാലിന്യ സംസ്കാര കേന്ദ്രം പാലക്കാട് വന്നാൽ അത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ആ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാലക്കാടിൻ്റെ ആവശ്യം നിയമസഭയിൽ ആരോപിക്കാനായി ആ ആവശ്യം ഉന്നയിക്കാനായി ഞങ്ങൾ അദ്ദേഹത്തെ പാലക്കാട്ടെ MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ സമീപിച്ചാണ്. അതുപോലെ തന്നെ ഞാൻ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പാലക്കാട് ബ്ലോക്കിൽ 52 വാർഡാണ് നിലവിലുള്ളത്. ഈ 52 വാർഡിൽ കോൺഗ്രസിൻ്റെ കുറേ കൗൺസിലർമാർക്ക് പല ഫണ്ടുകൾ അദ്ദേഹം നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. അതെല്ലാം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. കൗൺസിലർമാർ ചില കൗൺസിലർമാർ ആശങ്കയിലാണ്. അപ്പോൾ ആ ഫണ്ടിൻ്റെ വിഷയവും മലമ്പുഴയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ വിഷയം സഭയിൽ ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു സന്ദർശനമെന്ന് സി വി സതീഷ് വ്യക്തമാക്കി. പാലക്കാട് നഗരസഭയിലെ വിവിധ വാർഡുകളിലെ വികസനവും ചർച്ചയായി. രാഹുൽ പാലക്കാട് എത്തിയാൽ ഒരു മനുഷ്യനെന്ന നിലയിൽ കോൺഗ്രസ് പ്രവർത്തകർ സംരക്ഷണമൊരുക്കുമെന്ന് സതീഷ് പറഞ്ഞു. കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന്റെ വാക്കും DCC പ്രസിഡന്റും KPCC പ്രസിഡന്റും പറയാണ് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കണമെന്ന് പറഞ്ഞാൽ ഏത് BJP-ക്കാരനെ എതിർത്താലും ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയും. ഇല്ലെങ്കിലോ നിങ്ങൾ അല്ലാതെ കോൺഗ്രസ് അനുഭാവികൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനൊപ്പം നിൽക്കുമോ? അത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് രേഖാമൂലം നമുക്ക് പാർട്ടി പറയാണ് നിങ്ങൾ സംരക്ഷണം ഒരുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുക്കും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ അല്ല, വൈകാരികമായിട്ട് എന്റെ പാർട്ടി നേതാക്കന്മാരോട് എല്ലാവരോടും. പിന്നെ ഞാനൊരു വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, രാഹുൽ എന്നല്ല ഏതൊരു വ്യക്തിയെ തെരുവിൽ തടഞ്ഞാലും കോൺഗ്രസ് പ്രവർത്തകർ ആരാണെങ്കിലും അവരിടപെടും, സ്വാഭാവികമാണ്. കാരണം കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പമാണ്, സാധാരണ മനുഷ്യന്മാർക്കൊപ്പമാണ്. ഒരു മനുഷ്യനെ ആരെങ്കിലും തടയുന്നത് കണ്ടാൽ ചിലപ്പോൾ ഒരു CPM-കാരനെ തടഞ്ഞാലും ശരി, ഒരുപക്ഷെ കോൺഗ്രസ് DCC പ്രസിഡന്റിന്റെ അനുമതിയോടെയല്ല തങ്ങളുടെ സന്ദർശനമെന്നും ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പാലക്കാട്ടെത്തിയാൽ രാഹുലിനെ തടയുമെന്ന BJP-യും CPM-ഉം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ രാഹുൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. ഏതാനും പെൺകുട്ടികൾ രാഹുലിനെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിക്കുകയും അതിൽ പോലീസ് അന്വേഷണം നടന്നുവരികയുമാണ്. പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുലിനെ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചതിലെ അപാകത പലരും പാർട്ടിക്കുള്ളിൽ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. MLA ചോദിക്കേണ്ടത് ഇതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണ്. ആ കുട്ടി നല്ലവനാണെന്നാണ് എല്ലാ സഹോദരിമാരും എല്ലാ അമ്മമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ്. UTV ന്യൂസ് പാലക്കാട്.